ഹായ് ഹലോ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ ഒന്ന് തുടങ്ങാനായി. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചായയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഞാൻ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. അവർ അവിടെ ഫ്രഷ് ആവുന്നുണ്ട്. ഇന്ന് രാവിലത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നലെ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ എത്ര ഉണ്ടാക്കിയാലും നന്നാവലില്ല കേട്ടോ. അവസാനം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇഡ്ഡലിൻ്റെ മാവ് റെഡിയായി തുടങ്ങിയത്. അങ്ങനെ ഇഡ്ഡലി നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടൽ തുടങ്ങി. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് ട്രൈ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സക്സസ് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ് ഈ ഒരു ഇഡ്ഡലി പൊങ്ങി വരിക, ഇഡ്ഡലി മാവ് റെഡിയായി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം എൻ്റെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇതിനിടയിൽ നമ്മുടെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് ചൂടാറാനായിട്ട് ഒഴിച്ച് വെക്കണം. 6:40 ആകുമ്പോൾ അവരെ വണ്ടി വരും കേട്ടോ. അപ്പോൾ അവർ റെഡിയായി വന്ന് ചായ കുടിച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഏകദേശം ടൈമാവും അവർക്ക് പോകാൻ. ഒരു 5 മിനിറ്റ് മുന്നേ അവർ ഇറങ്ങലുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുന്നിലുള്ള റോട്ടിലേക്ക് വരില്ല, നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള റോട്ടിലേക്കാണ് വരിക. അപ്പോൾ അവിടേക്ക് അവർക്ക് എത്തണം. നമ്മുടെ അജിക്കുട്ടന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവരുണരുമ്പോഴത്തേന് നമ്മളെ പണികളൊക്കെ തീർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആകെ പണിയാവും. കാരണം നമ്മൾ ഒരു കാര്യത്തിനും അവൻ സമ്മതിക്കില്ല കേട്ടോ. നമ്മളെ ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. പിന്നെ അവൻ ഉറങ്ങിയാലുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ എല്ലാവരും അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ സെന്നും ഫെല്ലൊക്കെ മദ്രസക്ക് പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകളൊക്കെ നടാനുണ്ട്. അപ്പോൾ കുറച്ച് തക്കാളീൻ്റെ വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കുറേ ദിവസമായിട്ട് വാങ്ങി വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ പണി കഴിയും. ഇഡ്ഡലി ഒഴിച്ച് അത് വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് പാത്രം കഴുകാനോ അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടോപ്പ് തുടക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറി കട്ട് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാം. പിന്നെ നമ്മളെ പണി കഴിയാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെൽഫോൺ നമ്മളെ അടുത്തുനിന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ജോലികളൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ഫോൺ എടുക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചിക്കൻ കറി കൂട്ടി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കുട്ടികളൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കറുവത്തൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കറുവത്ത എന്നാട്ടോ പറയുക പപ്പായക്ക്. അപ്പോൾ അതൊന്ന് കുഴിയെടുത്ത് അതൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ സെന്നു എൻ്റെ കൂടെ തന്നെ ഇതൊക്കെ നടാനായിട്ട് കൂടുന്നുണ്ട് കേട്ടോ. അവർ ഓരോരോ ചെടിച്ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് തരുന്നുണ്ട്. നമ്മളെ മുന്നിലുള്ള പാടത്ത് നിന്നാണ് മണ്ണൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനീ പറഞ്ഞ ഈ ഒരു വിത്ത് തക്കാളിൻ്റെ വിത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പാകി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ചേമ്പിൻ്റെ തൈയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ച് വെക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പയറിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ മണ്ണിലുള്ള പണികളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചെടിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ. പിന്നെ അത് ഉണ്ടാകുന്നതും തളിരില വരുന്നതും കായ ഉണ്ടാകുന്നതും പൂ വരുന്നത് അതൊക്കെ ഒരു ഭയങ്കര കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ മാക്സിമം ഞാൻ നോക്കാറുണ്ട്. ഓരോരോ സാധനം കിട്ടുന്നതൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. നമ്മൾ ഈ ബിരിയാണിക്ക് ഇടുന്ന ഒരു ഇലയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെയും ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി കുഴിച്ചിടുകയാണ്. കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വേറെ നട്ട് കൊടുത്തു. അത് നമ്മളെ വീട്ടിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അജു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവനെ ഞാൻ അവിടെ ഒരു കിടക്ക വിരിച്ചെടുത്തിട്ട് അവനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബാക്കി മണ്ണ് നിറച്ച് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നത്.
ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ ഞാൻ ശനിയാഴ്ച ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കൽ. കാരണം അന്ന് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അജുനെ നോക്കാനൊക്കെ അവരുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പണികളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇത് നമ്മൾ നട്ടിട്ടുള്ള എല്ലാ ഇതൊന്നും ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം, മൊത്തത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തലേ ദിവസം സെന്നുവിൻ്റെ അപ്പച്ചി വന്നപ്പോൾ കൊടുത്തിരുന്നു ഒരു ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റ്. അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അജുവിന് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനും കുട്ടികളും ചായയൊക്കെ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ചും കൂടി എനർജി കിട്ടി. അപ്പോൾ ഞാൻ വേറെ മുകളിലേക്ക് കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടു പോയതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.